ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് മധുരമുള്ള റെസിപ്പികളാണ്. ഒന്ന് കാജു കട്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇതിന് നമ്മൾ കാജു ബർഫി എന്നൊക്കെ പറയാം. അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. അതുപോലെ തന്നെ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ക്യാരറ്റ് ലഡു ആണ്. വളരെ ഈസിയാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ഇത് രണ്ടും ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കാജു കട്ട്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ, തരിയൊന്നും ഇല്ലാണ്ട് തന്നെ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന സമയം വരെ നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പിയിൽ അരിച്ചിട്ട് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് പൊടിച്ചത് അങ്ങോട്ട് ചേർത്തേക്കുകയാണ്. ഇനി ഇത് നമുക്ക് കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് നന്നായിട്ടാണ് കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്നാവുന്ന നല്ലൊരു സ്വീറ്റാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മുറുകി വരുന്ന സമയത്ത് നമ്മുടെ പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ. അത് ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് മുറുകി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂടോട് കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടായി പോകും കേട്ടോ. അപ്പം നമുക്ക് പരത്താനൊന്നും കഴിയൂല. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മളിത് പരത്തണം. അപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പർ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരു ബട്ടർ പേപ്പറിലാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് പേപ്പറിലൊന്നും ഇടരുത് കേട്ടോ, നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഉരുകിപ്പോവും. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടുള്ളൂ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉറച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്കിത് പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക. ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫോയിൽ പേപ്പറിൽ നിന്ന് എടുക്കാൻ കഴിയും. മറ്റേത് നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് റവ ലഡു റെഡിയാക്കാം. അതിനൊരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ഇത് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ചച്ചവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിട്ട ക്യാരറ്റ് ഏകദേശം പകുതിയായിട്ടുണ്ട് വരും കേട്ടോ. ഇത് വഴന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. സാധാരണ ഇങ്ങനെ ക്യാരറ്റ് ലഡുവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഒഴിക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഈ റവയും കൂടെ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് വരരുത് കേട്ടോ. കളർ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഡുവിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റാക്കി എടുക്കാനായിട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവ സെപ്പറേറ്റ് ഇതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് ടു 1/4 കപ്പ് ഇട്ടോ, അതിൽ കൂടുതൽ ആവശ്യമില്ല. 1/2 കപ്പ് തന്നെ നല്ലൊരു മീഡിയം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഇത് ക്യാരറ്റ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടയായിട്ട് വരും. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ക്യാരറ്റും റവയൊക്കെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കട്ടയായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി. നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഉള്ളത് കാരണം കാരമലായിട്ട് നമ്മുടെ പാനിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതാണ് വൈറ്റ് കളർ കാണുന്നത്. ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഏലക്കപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. നമ്മൾ ഉരുട്ടിയാൽ ഉരുണ്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിലൊരിത്തിരി നെയ്യോ എണ്ണ എന്തെങ്കിലും തടവിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണില്ല. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പ് വെക്കുന്നുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡെസ്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, കുറച്ചും കൂടെ ടേസ്റ്റി ആവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ് കേട്ടോ അത്. സാധാരണ നിങ്ങൾ ക്യാരറ്റ് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ ക്യാരറ്റും റവയും കൂടെ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ 2 സ്വീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.